1.5 വർഷത്തോളം നീണ്ട പലായനത്തിനൊടുവിൽ വടക്കൻ ഗാസയിലെ സ്വന്തം ഇടങ്ങളിലേക്ക് മടങ്ങുകയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനിയൻ ജനത. അവശേഷിപ്പിച്ചതെല്ലാം കൂട്ടിപ്പെറുക്കി തിരിച്ചു ചെല്ലുമ്പോൾ ഉപേക്ഷിച്ചു പോയതൊന്നും തങ്ങളെ കാത്തിരിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരുടെയും യാത്ര. ഒന്നര വർഷം മുൻപ് സ്വന്തം വീടുകളിൽ നിന്നിറങ്ങിയവർ അന്നു മുതൽ കാത്തിരുന്ന മടക്കം. മെത്തകളും ഭക്ഷണവും എടുക്കുന്ന കൂട്ടത്തിൽ അന്നുവരെ കിടപ്പാടമായിരുന്ന ടെന്റും ഒപ്പം കരുതിയായിരുന്നു യാത്ര. വാദിഗാസയിൽ നിന്നുള്ള തീരദേശ പാതകളിലൂടെ ആയിരങ്ങൾ വടക്ക് ലക്ഷ്യമിട്ട് കാൽനടയായി കിലോമീറ്ററുകൾ താണ്ടി. കാറുകളും ട്രക്കുകളും റിക്ഷകളും വടക്കൻ ഗാസയിലേക്കുള്ള പ്രധാന റോഡുകളിൽ നിരന്നു. 2 ദിവസമായി റോഡുകളിൽ അക്ഷമരായി കാത്തുകിടന്നവരായിരുന്നു പലരും. വെടിനിർത്തൽ കരാർ പ്രകാരം രണ്ടാമത്തെ ബന്ധിക്കൈമാറ്റം നടന്ന ശനിയാഴ്ച തന്നെ വടക്കൻ ഗാസയിലേക്കുള്ള റോഡുകൾ തുറക്കേണ്ടതായിരുന്നു. എന്നാൽ സാധാരണക്കാരായ വനിതാ ബന്ധികൾക്ക് പകരം വനിതാ സൈനികരെ മോചിപ്പിച്ച് ഹമാസ് കരാർ ലംഘനം നടത്തിയെന്നായി ഇസ്രയേൽ. ആർബേൽ യഹൂദ് അടക്കം ബന്ധികളെ വിട്ടുകിട്ടാതെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപനമുണ്ടായി. ഒടുവിൽ ആർബൽ യഹൂദിനെയും മറ്റു 2 വനിതാ ബന്ധികളെയും ഈ ആഴ്ച തന്നെ മോചിപ്പിക്കുമെന്ന് ഹമാസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് റോഡുകൾ തുറക്കാൻ നെതന്യാഹു പച്ചക്കൊടി വീശിയത്. ആദ്യ ക്രോസിംഗ് പോയിന്റ് രാവിലെ 7 മണിയോടെയും രണ്ടാമത്തേത് 9 മണിയോടെയും തുറന്നു. ഗാസ സിറ്റിയിലേക്ക് എത്തിയവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അഭിവാദ്യം ചെയ്തു, സെൽഫി എടുത്തു. കാലത്തിനു ശേഷം തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത തന്റെ ഇരട്ട സഹോദരൻ ഇബ്രാഹിമുമായുള്ള മഹ്മൂദ് അൽ അത്തൌട്ടിന്റെ വൈകാരികമായ ഒത്തുചേരലിന് അൽ റാഷിദ് സ്ട്രീറ്റ് സാക്ഷിയായി. മറ്റൊരിടത്ത് തന്റെ ഓമനമൃഗമായ പൂച്ചയെ നെഞ്ചോട് ചേർത്തായിരുന്നു ഒരു ബാലന്റെ നടപ്പ്. ഹലാസ്ലീമും ഇളയ മകനും വാദിഗാസയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സ്വന്തമായി കരുതി കയ്യിലെടുത്തത് ഒരു തോൾസഞ്ചിയും ഈ പൂച്ചയെയും മാത്രമാണ്. പലായനത്തിലായിരുന്ന കാലത്തും തങ്ങൾക്കുള്ളത് പകുത്തുകൊടുത്താണ് ഹല പൂച്ചയെ പരിപാലിച്ചത്. മൃഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് വാചാലരാകുന്ന പാശ്ചാത്യർ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ലേ എന്നാണ് ഹലയുടെ ചോദ്യം. വടക്ക് വാഹനങ്ങളുമായി എത്തിയവർ സുരക്ഷാ പരിശോധന കടന്നാണ് നഗരത്തിലേക്ക് പ്രവേശിച്ചത്. പരിശോധനയുടെ കരാർ ഏറ്റെടുത്തത് അമേരിക്കൻ കമ്പനിയാണെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള കരാർ ജീവനക്കാരാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. വരുന്ന വ്യാഴാഴ്ച ആർബൽ യഹൂദ് വനിതാ സൈനികയായ അഗാംബർഗർ എന്നിവർക്കൊപ്പം മറ്റൊരു വനിതാ ബന്ധിയെയും കൈമാറുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ മടക്കത്തോടെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിലെ വെല്ലുവിളികൾ അയയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇസ്രയേലുമായുള്ള ധാരണ പ്രകാരം സൈന്യം പിന്മാറുന്ന വടക്കൻ ഗാസയിലേക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ട 6,50,000 പലസ്തീനികൾ തിരിച്ചെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 15 മാസത്തെ നിരന്തര ആക്രമണങ്ങളിൽ തകർന്ന സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉപേക്ഷിച്ചു പോയതൊന്നും തങ്ങളെ കാത്തിരിക്കുന്നില്ല എന്നറിയാമെങ്കിലും എവിടേക്കെന്നില്ലാത്ത യാത്ര അവസാനിക്കുന്നതിന്റെ ആശ്വാസമാണ് അവരുടെ എല്ലാ മുഖത്തുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.